ഹലോ ഗൈസ്, എഡിറ്റേഴ്സ് അപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വി എൻ വീഡിയോ എഡിറ്ററിൽ നമ്മളെങ്ങനെയാണ് ഒരു സ്ലോ മോഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ലാഗ് അടിക്കൊന്നുമില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഞാൻ വി എൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആൻഡ് പുതിയൊരു പ്രൊജക്റ്റ് ആഡ് ചെയ്യാണ്. നമുക്കൊരു വീഡിയോയിലാണ് സ്ലോ മോഷൻ ആക്കേണ്ടത്. അപ്പോൾ ഞാനൊരു വീഡിയോ അതിൽ സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു, ഈ ഒരു കോമഡി. ഇപ്പോൾ ഓക്കെ, സ്പീഡിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ സ്ലോ മോഷനിലാക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് താഴെ കാണുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. സ്പീഡ് കുറക്കേണ്ട വെച്ചാൽ അവിടെ സെലക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു, അതിൻ്റെ ഈ ഭാഗം കൂട്ടി കൊടുത്തു. ഓക്കെ, നമുക്ക് സ്പീഡ് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണോ അത്രത്തോളം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫ് നമുക്ക് മുകളിലോട്ടാക്കി കൊടുക്കുക. ആൻഡ് കുറക്കണം എന്നുണ്ടെങ്കിൽ നേരെ താഴേക്ക് ഫ്ലോപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണും. ഞാൻ താഴ്ത്തിയ ഭാഗങ്ങൾ സ്ലോ ആയിട്ടും അതുപോലെ ഗ്രാഫിൽ പൊക്കിയ ഡോട്ട്സ് സ്പീഡായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓക്കെ കൊടുക്കുക. ഇനി പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ഡയറക്റ്റ് എടുത്ത് ചെയ്യരുത്. ഓഡിയോ ഇല്ലാത്ത ഒരു വീഡിയോ എടുത്ത് ചെയ്യണം. കാരണം നമ്മളിതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓഡിയോ മിസ്സാവും. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ ആദ്യം എക്സ്പെർട്ടിൻ്റെ സമയത്ത് ഇതിൽ ഓഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഓഡിയോ മിസ്സായി. പിന്നീട് എന്ത് ചെയ്യുക, പിന്നീട് നമുക്ക് ഡയറക്റ്റ് ഓഡിയോ ആഡ് ചെയ്യുക. സെപ്പറേറ്റ് ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എങ്ങനെ എഫക്റ്റ് കൊടുക്കുക എന്നുള്ളത് നോക്കാം. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഫിൽറ്റർ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഏതൊക്കെ ഫിൽറ്റർ വേണമെന്നുള്ളത്, കളറും കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ ഒരുപാട് അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റാറ്റസ് വീഡിയോസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫിൽറ്റർ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ എടുത്തുകൊണ്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എക്സ്പോസും കാര്യങ്ങളും കോൺട്രാസ്റ്റ് ഒക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം, ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്ത് ചെയ്യണം, ഒരു എഫക്റ്റ് കൊടുക്കണം. നമുക്ക് എവിടെ വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഭാഗം എവിടെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തു. ഇപ്പോൾ എന്തായി, നമ്മുടെ വീഡിയോ രണ്ട് പാർട്ടായിട്ടുണ്ട്. വീഡിയോൻ്റെ ഭാഗങ്ങൾ രണ്ട് പാർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു വീഡിയോ ആൻഡ് ഇതൊരു വീഡിയോ. ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഭാഗമാണ്. ഇവിടെ ഒരു എഫക്റ്റ് കൊടുക്കണം. എന്ത് ചെയ്യുക, ജസ്റ്റ് ആ പ്ലസ്സുമ്മ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇതിൽ ഒരുപാട് എഫക്റ്റും കാര്യങ്ങളും കാണും. ഞാൻ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്തു. നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം ഈ ഭാഗം. ഓക്കെ, ഇതിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് കണ്ട് നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ എഫക്ട്സ് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് അതൊന്ന് കാണുക. ആൻഡ്
പിന്നെ സാധാ പോലെ എക്സ്പോർട്ട് കൊടുക്കുക. അതിൻ്റെ റെസൊല്യൂഷനും കാര്യങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. 1080 എണ്ണമായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ 2K ഇട്ടിട്ട് നമുക്ക് കംപ്രസ് ചെയ്തെടുക്കാം. ഓക്കെ. പിന്നെ FPS കാര്യങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒക്കെ ഡിഫോൾട്ടാക്കി വെക്കുക. അല്ലെങ്കിൽ ഒരു നോർമൽ മോഡിൽ ആക്കി വെക്കുക. അതിൻ്റെ എക്സ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ എക്സ്പോർട്ട് ആവുന്ന കാണുക. എക്സ്പോർട്ട് ആയി കഴിഞ്ഞാൽ സേവ് ടു ആൽബം എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൽബം നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ ഗാലറിക്ക് സേവ് ആവുന്നതാണ്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.